ലൈഫാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എണീറ്റാൽ ഞാൻ ഫസ്റ്റ് തന്നെ ബെഡൊന്ന് ക്ലീൻ ആക്കി വെക്കലുണ്ട്. ഈ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ചെയ്തു കുറച്ച് നീറ്റുണ്ട് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അപ്പം ഞാൻ എപ്പോഴും എണീറ്റാൽ തന്നെ ബെഡൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകല്. പിന്നെ യൂഷ്വലി ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോർണിംഗ് എപ്പോഴും ഉണ്ടാവല്. ഫസ്റ്റ് തന്നെ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എണീക്കുമ്പോൾ ചെറുങ്ങനെ നേരം വെളുത്തോ പഠിച്ചോനേ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. കാരണം എനിക്കങ്ങനെ രാവിലെ എണീക്കുന്നതിനോട് വലിയ മടിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെ എണീറ്റ് കഴിഞ്ഞ് ഇന്ന് വീഡിയോ ഷൂട്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ. എനിക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ സോയാബീൻ ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെയൊക്കെ അതിനെക്കൊണ്ട് എന്തൊക്കെ സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഇതുകൊണ്ട് നമുക്ക് പലതരം റെസിപ്പീസ് ഉണ്ടാക്കാം. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ട്രൈ ആക്കലുണ്ട്. ഇതിപ്പം സാധാ നമ്മൾ സോയ ഫ്രൈ ചെയ്തിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ വിചാരിച്ച്. എനിക്ക് കറി ഐറ്റംസിനെക്കാട്ടിയും ഇഷ്ടം ഫ്രൈ ഐറ്റംസ്. രാവിലെ എന്ത് കിട്ടിയാലും അങ്ങനത്തെ ഒക്കെ കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ രാവിലെ തന്നെ നമുക്ക് അതൊന്നും കിട്ടൂലല്ലോ, അത് വേറെ കാര്യം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കുക്ക് ചെയ്തിട്ടുള്ള സോയാബീനിലേക്ക് മസാല ആഡ് ചെയ്യണം. എൻ്റെ കേസിൽ ഈ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനം കിട്ടുന്നോ ഞാൻ അതൊക്കെ കൂടി കൂട്ടിക്കുവയ്ക്കലാണ്. എല്ലാവരും പറയും ചിക്കനിലാണെങ്കിലും കൂടുതൽ സംഭവമൊന്നും ആഡ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്യേണ്ട, അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല, കറിക്കാണെങ്കിൽ അതിൻ്റെതായ ഒരു ഫ്ലേവർ കിട്ടില്ല എന്നൊക്കെ. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ കണ്ണ് കിട്ടുന്ന എല്ലാ മസാലയും ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് എൻ്റെ കേസിൽ എനിക്ക് കിട്ടലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, അതേപോലെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ ഒക്കെ ഒന്നെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ സുർക്ക, നമ്മൾ വിനാഗിരി കുറച്ച് ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ടെൻഡറായിട്ട് കിട്ടണ പോലെ തോന്നലുണ്ട്. പിന്നെ ഉപ്പ്, ചിക്കൻ മസാല, അങ്ങനെ എന്തൊക്കെ മസാല കുഴപ്പമില്ലാണ്ട് നമുക്ക് സാമ്പാർ പൊടി ഒന്നും ആരുടെ ഇരുത് കേട്ടോ. ചിക്കൻ്റെയും ഇതിൻ്റെ ഒക്കെ കൂടെ അത് ഒഴിച്ചിട്ട് ബാക്കി എന്നെ കൊണ്ട് പെരുംജീരകം ഒക്കെ ഞാൻ എടുത്തിടാ. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്ത എനിക്ക് ഈ സോയാബീൻ കഴിക്കുമ്പോൾ എനിക്ക് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടും. ഞാൻ എല്ലാം ആഡ് ചെയ്യും. അപ്പം എനിക്ക് കുഴപ്പമില്ലാത്ത കിട്ടും. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തത് കഴിക്കാൻ. വെറുതെ പോലും കഴിക്കട്ടോ നമുക്ക് ഈ സാധനം കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടും. കാരണം നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആഡ് ആക്കുന്നുണ്ടല്ലോ, കോൺഫ്ലവറിന് പകരമാണെങ്കിൽ നമുക്ക് അരിപ്പൊടി എന്താ വെച്ചാൽ ആഡ് ആക്കാം. ഇത് കുറച്ച് നേരം മസാല തേച്ചിട്ട് വെക്കണം കേട്ടോ. കാരണം സോയാബീനിലൊന്നും അങ്ങനെ വേഗം ഈ സംഭവമൊന്നും പിടിക്കൂല. കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. പിന്നെ എനിക്ക് അതിൻ്റെ ടൈമൊന്നും ഇല്ലേനു, രാവിലെ തന്നെ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ 10 മിനിറ്റ് അത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിൽ പോയി. ഇത് ഉമ്മ ഇവിടെ പൂരി ചുടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉമ്മ ഞാനൊരു ഷോട്ട് എടുത്തോട്ടേ എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്തതാണ് കേട്ടോ സംഭവം. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്കൊരു കോഫി ഞാൻ ഉണ്ടാക്കുന്നത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അധികം കോഫിയും ചായയും കുടിക്കും. അധികം ചിലപ്പം കട്ടൻ ചായ ഒക്കെ ആയിരിക്കും. പിന്നെ വീഡിയോക്ക് ഒരു മൊഞ്ച് കൂട്ടണമെങ്കിൽ ഇതൊക്കെ ആക്കുമ്പോൾ കുറച്ച് റീസ്റ്റഡ് കൈൻഡ് ഓഫ് വീഡിയോ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് പിന്നെ പുതിയ കോഫി പൗഡർ വാങ്ങിയതായിരുന്നു, അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കൂല, എനിക്ക് വേഗം കട്ടായിട്ടുള്ളത് പോലെ തോന്നും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇത് പുറത്തുതന്നെ വെക്കൽ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു സ്പൂണ് കോഫി പൗഡറും അതേപോലെ ഷുഗറും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് കൈ കൊണ്ടും മിക്സ് ചെയ്യാം, നമ്മൾ ബീറ്റർ കൊണ്ടും മിക്സ് ചെയ്യാം. കൈ കൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, ബീറ്റർ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യൽ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു. അറൗണ്ട് ഒരു 150 അങ്ങനെ എന്തോ അതിന് റേറ്റ് വന്നത്. നല്ലതാണ് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനെ കോഫിക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വാങ്ങാം. അടിപൊളി പ്രൊഡക്റ്റാണ്. മീഷോയിൽ ഇതിൻ്റെ തന്നെ കുറേ പ്രൈസിനൊക്കെ ഉള്ളതുണ്ട്. ഞാൻ സാധാ പ്രൈസിനുള്ളത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ഡ് കോഫിയാണ്. പക്ഷേ രാവിലെ തന്നെ വെറുതെ ഐസൊക്കെ എടുത്തിട്ട് വെറുതെ എന്തിനാ, അല്ലെങ്കിൽ ഈ തൊണ്ട ഭയങ്കര എപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ പാല് കുറച്ച് ചൂടാക്കിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് കൂടുതൽ ഇഷ്ടം സംഭവം നമ്മൾ ഐസ്ഡ് കോഫി സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് വലിങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല, രാവിലെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിലാക്സ് ആയിട്ട് റൂമിൽ കുത്തിയിരുന്നിട്ട് എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കുറേ വീഡിയോസും എന്താണോ സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് മെല്ലെ ഫുഡ് കഴിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡാണെങ്കിലാണ് ഞാൻ അധികം ഇങ്ങനെ കഴിക്കുക. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കഴിച്ചിട്ട് വേണിച്ച് പോകാനേ നോക്കലുള്ളൂ. ഇത് ടൈമും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കും. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. രാവിലെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒന്നും ഇങ്ങനെ നടക്കലില്ല. പിന്നെ
പിന്നെ ഇന്ന് വീഡിയോ കൂടി എടുക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് മൊഞ്ചും കൂടി വേണമല്ലോ, അതാണ് മെയിൻ. പിന്നെ ഇനി ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി ക്ലീനിങ്ങിലേക്ക് പോവാം. ഇതെനിക്ക് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഇത് ഫില്ല് ചെയ്യാനുണ്ടേനു, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്യുകയാണേ. ഈ ഡെറ്റോളിൻ്റെ ഈ ലിക്വിഡ് എന്നാണ് നമ്മൾ യൂസ് ആക്കൽ, നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡെറ്റോൾ ആണല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ലതാണ് ഇത്. ഇതിനെന്തോ 50 അങ്ങനെ എന്തോ വരുത്ത് ഇങ്ങനത്തെ ഈ പാക്കറ്റിന്. നമ്മൾ ഇതന്നെയാണ് വാങ്ങൽ. പിന്നെ അത് കുറച്ച് ഫില്ല് ചെയ്യും, ഒരു 3/4 വരെ ഫില്ല് ചെയ്യും, ബാക്കി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും, കാരണം ഒപ്പിക്കണമല്ലോ. എന്നിട്ട് ഞാനത് ടാപ്പ് ചെയ്ത് കൊടുക്കും. ഇതാണ് സംഭവം. സത്യം പറഞ്ഞാൽ നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ, ഓർ എങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കലാണോ, എന്താണ് കഥ? പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിയും. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ക്ലാസ് പോവുകയാണെങ്കിലും ക്ലാസ് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് ഞാൻ വീട് ക്ലീൻ ചെയ്തിട്ടാണ്, അടിച്ചുവാരി തുടച്ചു കൊടുത്തിട്ടാണ്, ഉമ്മക്കായി ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോവല്. അപ്പോൾ ഇതിപ്പോൾ ക്ലാസ് ഒന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ ലേറ്റ് ആക്കലില്ല, കാരണം എനിക്കത് രാവിലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിങ്ങനെ പണിയും കഴിയും. എനിക്ക് കുറച്ച് ക്ലീനായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട്, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ ഇതെൻ്റെ പുതിയ ബാഗാണ് കേട്ടോ. എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ കാണാൻ? അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ക്യാരി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഹാൻഡ് ക്രീം, നൈക്കൻ്റെ ഈ ഒരു ഹാൻഡ് ക്രീം എപ്പോഴും ആ ബാഗിൽ വെക്കലുണ്ട്. എൻ്റെ കൈ എപ്പോഴും, ഞാൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഴപ്പമില്ലാണ്ട് ഭയങ്കര ഡ്രൈ ആവുന്നൊരു സ്കിന്നായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹാൻഡ് ക്രീം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ മിനിസോൻ്റെ ടിഷ്യൂ, അതേപോലെ ഒരു ചെറിയ ക്യാമറ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ് ഗ്ലോസ്, അതാണ് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവല്. പക്ഷെ മെയിനായിട്ടുള്ള വാളറ്റ് വെക്കാൻ ഞാനിതിൽ മറന്നു വയ്ക്കണു. കുറച്ച് വേണ്ടി വെക്കുന്നുണ്ട്, ആ ക്ലിപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാട്ടിത്തരാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഈ മിററിൽ വന്നിട്ട് ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് ഉണ്ടല്ലോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമല്ലോ, അതാണ് മെയിൻ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാളറ്റ് വെക്കാൻ മറന്നു വയ്ക്കണമല്ലോ റബ്ബേ എന്നുള്ളതിൽ, അതും കൂടി ബാഗിലേക്ക് വെക്കാനും. ഇന്ന് ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാനുണ്ട്, അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിസ്റ്റേഴ്സായിട്ടൊരു ഡേ ഔട്ട് പോകാനുണ്ട്. എൻ്റെ 2 സിസ്റ്റേഴ്സ്, നമ്മൾ കസിൻസൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മളെപ്പോഴും ഈവനിങ് ഒക്കെ പുറത്ത് പോകലുണ്ട്. അപ്പം ഇന്ന് കുറച്ച് വീഡിയോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം അവരെ മീറ്റാക്കാൻ. അപ്പം ഞാൻ ഫസ്റ്റ് ഗ്രോസറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. എപ്പോഴും എന്തുണ്ടെങ്കിലും നമുക്ക് തൊട്ടടുത്തുള്ളത് ബിസ്മിയാണ്, അപ്പം ബിസ്മിയിലേക്ക് തന്നെയാണ് ഫസ്റ്റ് പോകുന്നത്. അങ്ങനെ കരയായിട്ടൊന്നും വാങ്ങാനൊന്നും ഇല്ല കേട്ടോടാ. പക്ഷെ എനിക്ക് ഈ ബിസ്മി പോയിട്ട് ഈ ട്രോളിയും വലിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കി പെറുക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണ്. അവിടെയുള്ള പുതിയ എന്തൊക്കെ സാധനം വന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ അവിടെ എന്തൊക്കെ എവിടേക്കാണ് വെച്ചിട്ടില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെയാണ് ഞാൻ എപ്പോൾ അവിടേക്കാണ് പോകല്. പിന്നെ ഉമ്മ ദോശൻ്റെ ഒരു മിക്സ് വാങ്ങാൻ പറഞ്ഞിരുന്നു, അപ്പോൾ അത് നോക്കി. പിന്നെ ഈ ഫ്രഷ് മാംഗോൻ്റെ ഒരു ലിക്വിഡ് സ്ക്വാഷ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് കണ്ടപ്പോൾ മൊഞ്ച് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി, അവിടെ തന്നെ വെച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ഇന്ന് ഇങ്ങോട്ട് വരാൻ കാരണം ഞാനൊരു റെസിപ്പി ഷൂട്ട് ചെയ്യുന്നുണ്ട്, ചോക്കോ ചിപ്പ് ബനാനൻ കേക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഇന്നലെ തന്നെ ഷോർട്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കണേ. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നാണെങ്കിൽ കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നൈറ്റ് ക്രാവിങ്ങിനൊക്കെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ വിചാരിക്കുമോ ബനാനൊക്കെ വെച്ച് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമോ, സാധാ പഴക്കേക്കിൻ്റെ ടേസ്റ്റെല്ലാം ഉണ്ടാവാമെന്നൊരു തോട്ടുണ്ടാവും. പക്ഷേ ഈ സാധനം അടിപൊളിയാണ് ഇടാ. അതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു, ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലായിരുന്നു. അപ്പം മെയിനായിട്ട് അത് വാങ്ങാനാണ് വന്നത്. അപ്പം പിന്നെ പാസ്തൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ പാസ്ത നമുക്ക് തീർന്നിട്ടുള്ളത്, അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്രോക്കറീൻ്റെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഇതൊക്കെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഇതൊക്കെ ഇങ്ങനെ നോക്കി ഞാനിരിക്കും. എപ്പോഴും ഞാൻ ഇതൊക്കെ ഈ സെയിം സാധനം തന്നെ കാണലുണ്ട്. പുതിയ കളക്ഷൻ വരുമ്പോഴത്തേനും അല്ലേ, ഞാനാണെങ്കിൽ എപ്പോഴും പോകുന്നതിനെ കൊണ്ട് പുതിയ കളക്ഷൻ വരാനൊന്നും ഞാൻ ടൈം കൊടുക്കാറില്ല. അപ്പത്തിന് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ ഈ പാത്രങ്ങളൊക്കെ സെക്ഷൻ കാണുമ്പോൾ എന്തൊരു ക്യൂട്ടാണ് ഈ സാധനമൊക്കെ കാണാൻ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും, പഠിച്ചോനെ ഇത് വാങ്ങിയാലോ വാങ്ങണ്ടേ, പക്ഷെ പൈസ ഉണ്ടാവില്ല. അപ്പം അവിടെ തന്നെ വെക്കും, കണ്ടിട്ട് പിന്നെ എടുക്കണം, നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തെങ്കിലും എടുക്കണം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് വരുത്താണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ബോട്ടിൽസിൻ്റെ സെക്ഷന്. ഇതിന് വരുന്നത് 99 ആടോ. ഞാനിത് മീഷോയിൽ കണ്ടിരുന്നു. മീഷോയിൽ ഇതിന് 230 അറൗണ്ട് അങ്ങനെ എന്തോ ഉണ്ട്. ഇവിടെ ഇതിനെന്തോ ഓഫറാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പക്ഷെ ഞാനതൊന്നും എടുത്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഗ്ലാസസ് കുറേ ഉണ്ട്. പിന്നെ ഇത് വാങ്ങിപ്പോയാൽ ഉമ്മാൻ്റെ അടുത്ത് നല്ല കൊട്ട് കിട്ടും, അപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാൽക്കിമിസ്റ്റിൻ്റെ ഈ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിക്കണേ. ഇത് എനിക്കൊരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അല്ലാണ്ട് ഞാനങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെ തിന്നുന്ന ടൈപ്പൊന്നുമല്ല. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു.
ഞാൻ ഈ സംഭവമൊക്കെ നോക്കി ഇങ്ങനെ എഴുതി കളിക്കുമ്പോൾ എൻ്റെ കസിൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വാ വാ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇപ്പം കഴിയും, ഇപ്പം വരാൻ, എനിക്കിതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നണ്ടേ. ഞാനിതൊക്കെ ഇങ്ങനെ മാക്സിമം എടുക്കുന്നൊന്നുമില്ലെങ്കിൽ എനിക്കിതൊക്കെ വീഡിയോ എടുക്കണം. മീൻസ് ഞാൻ ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ടാൽ പോലെ. കാരണം എനിക്ക് ഈ ആൾക്കാർ നമ്മളെ വീഡിയോ എടുക്കുന്നതും നോക്കണമെന്നും ഇഷ്ടമില്ല. പിന്നെ ഞാനാണെങ്കിൽ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഫുള്ള് നോക്കിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യൽ. നല്ലോണം എനിക്ക് ഭയങ്കര ഷൈ ആണ് ഞാൻ ആ കാര്യത്തിലൊക്കെ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഈ വീഡിയോ എടുത്തിട്ട് നടക്കുക അതൊന്നുമില്ല, ജസ്റ്റ് ആരും കാണാണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, അതൊക്കെയാണ് നമ്മളെ സ്ഥിരം സംഭവം. അതിൻ്റെ ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ സ്പോട്ടിലെത്തിക്കണേ ഫുഡ് കഴിക്കാനല്ല. ഞാനും എൻ്റെ കസിൻസും കൂടിയാണ് വന്നിട്ടുള്ളത്. ഇത് ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് വന്നിട്ടുള്ളതാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ടേസ്റ്റാണ്, ഹൈപ്പൊക്കെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കസിൻസോ ഓർ നമ്മളെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഈവനിങ് ഒക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ. കുറേ ഫുഡ് കഴിക്കുക, ഫോട്ടോസ് എടുക്കുക, മെയിനായിട്ട് ഫോട്ടോസ് എടുക്കുക, പിന്നെ കുറേ കഥ പറയുക, നമ്മളെ ചെറുപ്പത്തിലെ കഥകൾ പറയുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻ സംഭവം. നമ്മളധികം ഈവനിങ് ഒക്കെ ഇങ്ങനെ ഇറങ്ങലുണ്ട്. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോയിട്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ. അപ്പം നമ്മളധികം ഇങ്ങനെ വീക്ക്ലി വൺസ് ആയിട്ടെങ്കിലും നമ്മളിങ്ങനെ പുറത്ത് പോലുണ്ട്. അങ്ങനത്തെ ഒരു ടീംസിൽ പെട്ടതാണ് നമ്മളൊക്കെ. പിന്നെ നമ്മളിവിടുന്ന് ട്രൈ ആക്കിയിട്ടുള്ളത് പോക്കറ്റ് ഷവർമ്മ, അതേപോലെ പോക്കറ്റ് ഷവർമ്മ അല്ല, പോക്കറ്റ് പിസ്സ, അതേപോലെ ഷവർമ്മ, പിന്നെ ഫലൂദ, ടെൻഡർ കോക്കനറ്റിൻ്റെ ഫലൂദാണ്, പിന്നെ ലൈമാണ് ട്രൈ ആക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രൈസിനുള്ള ക്വാണ്ടിറ്റിയും അതിലുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കെഫേൻ്റെ ആംബിയൻസ് കണ്ടാൽ തോന്നും അത്യാവശ്യം പ്രൈസ് ഉണ്ട് എന്ന്. പക്ഷെ അങ്ങനെ പ്രൈസൊന്നും ഇല്ലടാ. എല്ലാത്തിനും അറൗണ്ട് 99, 49 അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു, റാത്തായിട്ട് കഴിച്ച്. ഇനി നേരെ വീട്ടിലേക്കല്ല, നമുക്കൊന്ന് ബീച്ചിൽ പോകണം, വെറുതെ ഇങ്ങനെ നടക്കണം, ഇതൊക്കെയാണ് പ്ലാന്. പിന്നെ നമ്മൾ ആദ്യം കോഴിക്കോട് ബീച്ചിൽ പോയി. പാർക്ക് ചെയ്യാനൊരു സ്ഥലം എന്ന് പറയുന്ന സാധനമില്ല. വണ്ടി ഒന്ന് നിർത്തിയിടേണ്ട, ഒരു ഗ്യാപ്പ് കൂടെ നിർത്തിയാലല്ലേ നമുക്ക് അങ്ങോട്ട് നടക്കാനെങ്കിലും പറ്റൂ. പിന്നെ എങ്ങനെയൊക്കെയോ നിർത്തി നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കണേ. ഇപ്പം ഇത് ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണാൻ. ഓരോരോ ഷോപ്പിലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കോഴിക്കോട് ബീച്ച് കാണാനൊരു പ്രത്യേക മുഞ്ചെന്നാണ്. അതും വൈകിട്ട് ഒരു 5-5:30 ടൈം ആകുമ്പോൾ തന്നെ, നമ്മളെ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ, അതായത് ഒരു 6 ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ. കുറേ മനുഷ്യന്മാരും ഈ ചെറിയ മക്കളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളെ പണ്ടത്തെ ലൈഫൊക്കെ ഇങ്ങനെ ഓർത്തു പോവുക. ഈ കടലിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതേപോലെ എല്ലാം റെഡിയാവും, അങ്ങനെയൊക്കെ ഒരു സമാധാനം. ഭയങ്കര നമ്മൾ ഇങ്ങനത്തെ നിമിഷങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോവുക, കൂടുതലായിട്ട് നമ്മളെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കുക, സന്തോഷിക്കുക. ചെറിയ കാര്യങ്ങൾ ഓർത്ത് തന്നെ നമ്മൾ സന്തോഷിക്കാൻ നോക്കുക. പിന്നെ ഇന്ന് ഞാൻ ഇത്ര വരെയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.